നമസ്കാരം. ജമ്മു കാശ്മീരിലെ കത്വയിൽ 2 ഭീകരരെ വധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ജമ്മുവിൽ രാത്രി ആരംഭിച്ച 2 ഏറ്റുമുട്ടലുകളും പുലർച്ചെ വരെ നീണ്ടു നിന്നിരുന്നു. ഏറ്റുമുട്ടലിനിടയിൽ ഒരു അർദ്ധ സൈനികനും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹിരാനഗർ സെക്ടറിലെ സൈദ ഹുസാൽ ഗ്രാമത്തിൽ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. 2 ഭീകരർ ഗ്രാമത്തിൽ എത്തിയതായി ഗ്രാമീണർ അറിയിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചത്. തുടർന്ന് ഇവിടേക്ക് എത്തിയ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. ജമ്മുവിൽ 2 ദിവസം മുൻപ് റിയാസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് ആക്രമണത്തിന് ഇരയാവുകയും 9 യാത്രക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ റിയാസിയിൽ ഭീകരരുടെ വെടിയേറ്റ് വീണിട്ടും ധൈര്യം കൈവിടാതെ ഡ്രൈവ് ചെയ്ത ഡ്രൈവർ വിജയകുമാറിന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. 40 വയസ്സുകാരനായ വിജയകുമാർ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിൽ നിന്നായി 53 യാത്രക്കാരുമായാണ് യാത്ര പുറപ്പെട്ടത്. ബസ് റിയാസി ജില്ലയിലെ പൗനി മേഖലയ്ക്ക് സമീപം എത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഭീകരാക്രമണം ഉണ്ടായത്. ലഷ്കർ ഇ തായ്ബയുടെ സംഘത്തിൽപ്പെട്ട ഭീകരരാണ് എന്ന് കരുതുന്ന ഇവർ വാഹനത്തിന് നേർക്ക് പതിയിരുന്ന് വെടിയുതിർക്കുകയായിരുന്നു. വിജയകുമാറിനാണ് ആദ്യം വെടിയേറ്റത്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ധൈര്യത്തോടു കൂടി ബസ് മുന്നോട്ട് ഓടിക്കുകയായിരുന്നു. മാത്രമല്ല, തീവ്രവാദികളെ ബസ്സിനുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയാനും ഇദ്ദേഹത്തിന് സാധിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖല വളരെ അസ്വസ്ഥമാണ്. ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്, ഭീകരർ കൊല്ലപ്പെടുന്നുണ്ട്. നിരവധി റിപ്പോർട്ടുകൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ കത്വയിലേക്ക് തന്നെയാണ്. പുതിയ സർക്കാർ അധികാരത്തിലേറി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് പുതിയ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയതെന്നതും വളരെ ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.